ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് ആവശ്യത്തിലാണ് കായിക പ്രേമികൾ. ഫുട്ബോളിന്റെ മാന്ത്രിക ലോകത്ത് നിന്ന് നോക്കൌട്ടായി പോയ കുറേയേറെ പ്രതിഭകളെ കാണാം നമുക്ക് ചുറ്റും. ആ കൂട്ടത്തിൽ ഒരാളാണ് കണ്ണൂർ കൊറ്റാളിയിലെ ശ്രീനിവാസൻ. കളിയെ ജീവനായി കണ്ടിരുന്നയാൾ പിന്നീട് സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്താൻ ഇറങ്ങിത്തിരിച്ച ആ കഥ കാണാം. കാറ്റൊഴിഞ്ഞൊരു തുകൽ പന്ത്, റിപ്പയറിനായി കയറ്റിവെച്ച സൈക്കിൾ, ഇടയിൽ കണ്ണൂർ കൊറ്റാളിയിലെ ചിന്നൻ എന്ന ശ്രീനിവാസൻ. ഒരൊറ്റ ഫ്രെയിമിൽ ഇതെല്ലാം ചേരുമ്പോൾ ഒരു കഥയായി. ഫുട്ബോൾ കളിയുടെ മായികതയിൽ നിന്ന് പരിക്കെന്ന പെനാൽറ്റി ഗോളിൽ നോക്കൌട്ട് ചെയ്യപ്പെട്ട കൊറ്റാളിക്കാരൻ ചിന്നന്റെ കഥ. ഇറ്റലിയെ തോൽപ്പിച്ച് ബ്രസീൽ ലോകകപ്പ് കിരീടം ചൂടിയ 1970കളിലാണ് കടുത്ത ബ്രസീൽ ആരാധകനായ ശ്രീനിവാസനും ഫുട്ബോൾ കളിയിൽ സജീവമാകുന്നത്. കണ്ണൂരിൽ അന്നുണ്ടായിരുന്നത് 4 പ്രമുഖ ക്ലബ്ബുകളാണ്. കണ്ണൂർ ഫുട്ബോളിന്റെ ആ പ്രതാപകാലത്തെ താരങ്ങളിൽ ഒരാളായിരുന്നു ചിന്നനും. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ബ്രദേഴ്സിനായിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ ലിക്ക് സ്റ്റാറിന് വന്നു. പിന്നെ ജിംഖാനയിലുണ്ടായി. ലിക്ക് സ്റ്റാറിന് വന്ന് എനിക്ക് കളിക്കുമ്പോൾ ലീഗിന് കളിക്കുന്ന സമയത്ത് വീണിട്ട് കൈവിട്ടത്. കണ്ണൂരിന് കപ്പെടുത്ത് ജയിച്ച ഗോളടിച്ച കപ്പെടുത്ത് ഞാനാണ്. നമ്മൾ ബ്രസീലിനോടാണ് വലിയ ആഗ്രഹം ഉണ്ടായത്. പല ടീമും വന്ന് അപ്പോൾ പിന്നെ ഓരോരു ഏത് ടീമിനെ പ്രത്യേകിച്ചായിട്ട് തോന്നുന്നില്ല. പണ്ടേ ഉള്ള ടീമിനെ ബ്രസീലിനെയാണ് ആരാധിക്കുന്നത്. ചാലക്കുടിയിൽ നടന്ന മത്സരത്തിൽ ജില്ലാ ടീമിനെ ഗോളടിച്ച് വിജയിപ്പിച്ചത് ഇന്നത്തെ ഈ സൈക്കിൾ വർക്ക്ഷോപ്പ് നടത്തിപ്പുകാരനായിരുന്നു. ആ ടീം ഫോട്ടോ നിധി പോലെ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് കടയിൽ. മികവിന്റെ ബോക്സിലേക്ക് ഡ്രിബിൾ ചെയ്ത് മുന്നേറിയ ശ്രീനിവാസനെ വിധി ഫൗൾ ചെയ്ത് വീഴ്ത്തുന്നത് 1976. കൈക്ക് ഗുരുതര പരിക്ക് പറ്റി. അങ്ങനെ ഫുട്ബോൾ കളിക്ക് ഫൈനൽ വിസിൽ. പിന്നെ ജീവിതത്തിന്റെ സൈഡ് ബെഞ്ചിൽ സൈക്കിൾ റിപ്പയറിംഗിന്റെ റോളിലേക്ക്. സൈക്കിളിന്റെ പണി എൻ്റെ അച്ഛൻ സൈക്കിൾ ഷോപ്പ് കാരനാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ചില്ലറ പണിയെല്ലാം ഇങ്ങനെ നോക്കി പഠിക്കും. എന്നെ കൊണ്ട് എടുക്കാൻ വിടില്ല, നോക്കി പഠിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ ഏകദേശം ലെവലായി. പിന്നെ ഇവിടെ സൈക്കിൾ ഷോപ്പായിട്ട് ഇവിടെ തുടങ്ങിയത്. അറിഞ്ഞുകൊണ്ടോ യാദൃശ്ചികമായോ എന്നറിയില്ല, ഓർമ്മകളുടെ കാറ്റടിച്ചാൽ വീർത്തുവരുന്ന ഒരു തുകൽപന്ത് സൈക്കിളുകൾ സൂക്ഷിച്ച കടയുടെ മൂലയിൽ കാണാം. ഇടയ്ക്ക് ചിന്നനതിൽ കാറ്റ് നിറയ്ക്കും. സ്റ്റേഡിയങ്ങളിലെ ആർപ്പുവിളികൾ അപ്പോൾ ഈ മനുഷ്യനെ തേടിയെത്തുന്നുണ്ടാവാം. ചിന്നൻ എന്ന് പറഞ്ഞാൽ മാത്രം നാട്ടുകാർക്ക് മനസ്സിലാകുന്നയാളാണ് ശ്രീനിവാസൻ ചേട്ടൻ. ശ്രീനിവാസൻ ചേട്ടന്റെ ഫുട്ബോൾ കമ്പം പെരിയതാണ്. ആ പെരിയ ഫുട്ബോൾ കമ്പവും അദ്ദേഹത്തിന്റെ ജീവിതവുമാണ് നമ്മൾ കണ്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.